നമസ്കാരം, ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ഒരു മക്കാന പായസമാണ്. അതായത് നമ്മൾ പല ടൈപ്പ് പായസം തയ്യാറാക്കാറുണ്ട് ഓണം സീസണ്. അപ്പം നമ്മൾ പാലടയും അതുപോലെ പാൽപ്പായസവും ഒക്കെ തയ്യാറാക്കാറുണ്ട്, സേമിയ പായസം. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പായസമാണ് മക്കാന എന്ന് പറഞ്ഞാൽ ലോട്ടസ് സീഡ്സ് ആണ്. അതായത് താമരയുടെ വിത്തിൻ്റെ അകത്തുള്ളതാണിത്. ഇത് നല്ല ഹെൽത്തിയാണ്, ലോ കാലറി ഒക്കെയാണ്. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിലൊരു പായസം തയ്യാറാക്കാം. മക്കാന പായസം തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് പാല് 2.5 കപ്പാണ്. ഇത് നമുക്ക് ആദ്യം തന്നെ തിളപ്പിക്കാനിടാം. നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ചേർത്തിട്ട് നമുക്ക് ഈ മക്കാനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കൊന്ന് ഇത് ചേർത്ത് 1 കപ്പ് മക്കാനെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത്, ഇത് ചേർത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഈ മക്കാനയുടെ ഒരു കുറച്ചെടുത്ത് നമുക്കിതൊന്ന് കുറച്ചൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഈ പാല് തിളച്ചിട്ടുണ്ട്. നമ്മളിത് മക്കാന നമ്മൾ നെയ്യിൽ വറുത്തിട്ട് കുറച്ചൊന്ന് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് നമുക്ക് ഈ പാലിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി നമ്മൾ മുഴുവനെ എടുത്ത് വെച്ചിട്ടുണ്ട് മക്കാന, ഇതും ചേർക്കാം. ഇതൊന്ന് ചെറുതായിട്ട് വേണമെങ്കിൽ ക്രഷ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. മറ്റേതിൻ്റെ അത്രയും പൊടിയാതെ ചെറുതായിട്ടൊന്ന് പൊടിച്ചാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കണം. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമുള്ള അത്രയും പഞ്ചസാര ചേർത്താൽ മതി. ഞാനൊരു 3 ടീസ്പൂണൊക്കെ ചേർത്തു. അരിപ്പൊടിയാണ്. അരിപ്പൊടി കുറച്ച് തേങ്ങാപ്പാലിൽ നമ്മളൊന്ന് കട്ടയില്ലാതെ കലക്കി അരിച്ച് വെച്ചതാണിത്. ഒന്നുകൂടി ഇളക്കിയിട്ട് നമുക്ക് ഇതും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കുറച്ചൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിപ്പൊടി ഇങ്ങനെ ചേർക്കുന്നത്. അല്ലെങ്കിൽ ഇത് ഭയങ്കര ലൈറ്റായിട്ടുള്ള പായസമായിരിക്കും, ഭയങ്കര തിന്നായിരിക്കും അതിൻ്റെ കൺസിസ്റ്റൻസി. മക്കാന മാത്രമല്ലേ നമ്മൾ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ബാക്കി നമ്മുടെ തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞ് നെയ്യിൽ വറുത്ത് വെച്ചതാണ്, ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കിസ്മിസ് ചേർക്കാം. അതുപോലെ തന്നെ നട്ട്സ് നെയ്യിൽ വറുത്തതാണ് ഇത്, അതും ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുങ്കുമപ്പൂവിൻ്റെ സ്ട്രാൻഡ്സ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതാ നല്ല പാകത്തിന് കുറുകിയിട്ടുണ്ട്. നമുക്ക് നല്ല പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നമുക്കിനി തീ നിർത്താം. നമ്മൾ കുറച്ച് അരിപ്പൊടിയേ ചേർത്തിട്ടുള്ളൂ. ബാക്കി നമ്മൾ മക്കാന തന്നെ നമ്മൾ നെയ്യിൽ വറുത്തിട്ട് അത് ക്രഷ് ചെയ്ത് ചേർക്കുകയായിരുന്നു ചെയ്തത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പായസം കൂടിയാണിത്. ഇത് നന്നായിട്ട് ചൂടായി തിളയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. ഞാൻ തീ നിർത്തുവാണ്. നമ്മുടെ ഈ മക്കാന പായസം റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണിത്. തയ്യാറാക്കാനും വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണ്. നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലോട്ട് പകർത്താം. ഇതാ നമ്മുടെ ഈ മക്കാന പായസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് റോസ് പെറ്റൽസും കൂടി ഇട്ടിട്ട് നമുക്ക് ഇത് മരുന്നടിക്കാത്തൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന നാടൻ റോസൊക്കെ യൂസ് ചെയ്യണം കേട്ടോ. അത് വെച്ച് നമുക്കിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മളിന്ന് തയ്യാറാക്കിയത് മക്കാന പായസമാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് നല്ല ഹെൽത്തിയാണ്, അതുപോലെ നല്ല കംഫർട്ടിംഗ് ആയിട്ടുള്ള ഒരു പായസമാണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ഓണക്കാലത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.